ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം. ക്യാൻസർ എന്ന് പറയുന്നത് എന്നും എപ്പോഴും ഭയപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. എന്നാൽ പലപ്പോഴും രോഗനിർണയം നടത്താൻ വൈകുന്നതാണ് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്. ഇതാണ് പലപ്പോഴും മരണനിരക്ക് വർദ്ധിപ്പിക്കുന്നത്. അസാധാരണമായ എന്തെങ്കിലും ലക്ഷണം ശരീരത്തിൽ കണ്ടെത്തിയാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുന്നതിനും അത് അപകടകരമല്ല എന്ന് തിരിച്ചറിയുന്നതിനും വേണ്ടി ശ്രമിക്കണം. കടുത്ത പനിയും വിട്ടുമാറാത്ത ചുമയും പലപ്പോഴും നിങ്ങളെ അവശതയിൽ ആക്കുന്നുണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. 104 ഡിഗ്രിയിലധികം പനി നിങ്ങൾക്കുണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കാം. ഇത് ലിവർ ക്യാൻസർ ലക്ഷണം ആണോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ശ്വാസതടസ്സം എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാവുന്നതാണ്. എന്നാൽ അതോടൊപ്പം നെഞ്ചുവേദന പോലുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ കൃത്യമായ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. വയറുവേദന ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഉണ്ടാകുന്ന ഒന്നാണ്. എന്നാൽ സാധാരണ വയറുവേദനയിൽ നിന്ന് വ്യത്യസ്തമായി വയറിന്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി ഉണ്ടാകുന്ന ശക്തമായ വയറുവേദന ആണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. അല്പം ഭക്ഷണമേ കഴിച്ചു ഉള്ളൂ എങ്കിലും വയർ നിറഞ്ഞതായി തോന്നുന്നുണ്ടെങ്കിൽ അല്പം സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഭക്ഷണം കഴിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ വയർ നിറയുന്നതും വേദന അനുഭവപ്പെടുന്നതും കരൾ ക്യാൻസർ ലക്ഷണം തന്നെയാണ്. യാതൊരു കാരണവും ഇല്ലാതെ തന്നെ ശരീരത്തിൽ മഞ്ഞ നിറം ഉണ്ടെങ്കിൽ അത് വെറും മഞ്ഞപ്പിത്തമായി മാത്രം കണക്കാക്കേണ്ടതില്ല. ശരീരത്തിലും കണ്ണിലും മഞ്ഞ നിറം കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ചർമ്മത്തിന് പുറത്ത് മഞ്ഞ നിറം ഉണ്ടെങ്കിൽ അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ ചർമ്മത്തിൽ യാതൊരു കാരണവുമില്ലാതെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിൽ ടോക്സിൻ കൂടുമ്പോഴാണ് പലപ്പോഴും ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. കരൾ പ്രവർത്തനക്ഷമമല്ല എന്നതാണ് ഇതിലൂടെ ശരീരം വെളിവാക്കുന്നത്. എന്നാൽ ഇതിന് കൃത്യമായ ചികിത്സ തേടി രോഗനിർണയം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ഛർദിയാണ് ലിവർ ക്യാൻസറിന്റെ മറ്റൊരു ലക്ഷണം. ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഛർദി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.